നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം മനുഷ്യനിർമ്മിതമാണോ? ആരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്? ആ വാർത്തയിലേക്ക് പോകും മുമ്പ് ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. ലിഫ്റ്റിൽ തല കുടുങ്ങി വീട്ടുടമസ്ഥൻ മരിച്ചു. പത്തനംതിട്ട കടമനിട്ടയിലാണ് അപകടം. ശാരീരിക പരിമിതിയുള്ള 75-കാരനായ മാത്തുക്കുട്ടിയാണ് മരിച്ചത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? ഇത് അവരുടെ വീട്ടിലെ തന്നെ ലിഫ്റ്റിൽ കുടുങ്ങിയാണോ അപകടമുണ്ടായത്? തീർച്ചയായിട്ടും ഒരു ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. എന്തായാലും പത്തനംതിട്ട കടമനിട്ടയില് കല്ലേലിമുക്ക് എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വീടിന് പുറത്ത് സ്ഥാപിച്ച ലിഫ്റ്റിൽ കുടുങ്ങി ആ ഗൃഹനാഥനായ മാത്തുക്കുട്ടി 75 വയസ്സുള്ള ആളാണ് മരിച്ചത്. എന്തായാലും തല ലിഫ്റ്റിൽ കുടുങ്ങിയാണ് മരിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് 3 നില വീടാണ്. വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി വീടിന് പുറത്ത് ക്രമീകരിച്ചിട്ടുള്ള ലിഫ്റ്റാണ്. ആ ലിഫ്റ്റിൽ മാത്തുക്കുട്ടി കയറി ഇറങ്ങി വരുന്ന സമയത്ത് വൈദ്യുതി കറണ്ട് പോയതായിട്ടുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നിന്ന സമയത്ത് ഈ സ്ക്വയർ പൈപ്പൊക്കെ സാധാരണ നമ്മൾ മറ്റു സ്ഥലത്ത് കാണുന്ന പോലെ ലിഫ്റ്റല്ല, സ്ക്വയർ പൈപ്പൊക്കെ രൂപീകരിച്ച ഒരു ലിഫ്റ്റാണ്. അപ്പൊ അത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ആ ലിഫ്റ്റിൽ ഇറങ്ങുന്ന വഴിയാണ് കറണ്ട് പോയതാണ്. ആ സമയത്ത് തല അതിൽ കുടുങ്ങി ഈ സ്ക്വയർ പൈപ്പിനകത്ത് കുടുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തുമ്പോൾ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മാത്തുക്കുട്ടിയും പ്രായമായ ഭാര്യയും മാത്തുക്കുട്ടി രണ്ടുപേരും വയസ്സായ ആളുകളാണ്. ശാരീരിക പരിമിതിയുള്ള ആളാണ് മാത്തുക്കുട്ടി. മക്കൾ വിദേശത്താണ്. ഈ റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് മക്കൾ തന്നെയാണ് സംവിധാനം ചെയ്തു കൊടുത്തത്. പക്ഷെ അത് ഇപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അടുത്തൊരു അപകടമുണ്ടായത്. തീർച്ചയായും ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. സാങ്കേതിക തകരാറാണോ ഈ ഒരു വലിയ അപകടത്തിന് കാരണമായത്? ഇതുമായി ബന്ധപ്പെട്ട് ഈ ലിഫ്റ്റ് നിർമ്മിച്ചവർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? സംഭവത്തെക്കുറിച്ച് നാട്ടുകാരും ബന്ധുക്കളും എന്താണ് വിശദീകരിക്കുന്നത്? ഇത് ശാരീരിക പരിമിതിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 3 നില വീടാണ്. വീട്ടിന്റെ മുകളിൽ നിന്നും താഴെ വന്ന് റോഡിൽ വന്ന് വാഹനത്തിൽ കയറി പോകുന്ന സൗകര്യത്തിന് വേണ്ടി മക്കൾ തന്നെ ചെയ്തു കൊടുത്ത ഒരു ലിഫ്റ്റാണ്. അത് വേറെ ക്രമീകരണം വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് സ്ക്വയർ പൈപ്പ് വെച്ച് സജ്ജീകരിച്ച ഒരു ലിഫ്റ്റാണ്. അത് വീട്ടിൽ നിന്ന് നേരെ ലിഫ്റ്റ് കയറുക, താഴെ റോഡിൽ വന്ന് റോഡിൽ വാഹനത്തിൽ കയറി പോകുന്ന സംവിധാനത്തിലാണ് വന്നത്. കാരണം ശാരീരിക വൈകാരിക ഉള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്രമീകരണം മക്കൾ തന്നെയാണ് ചെയ്തു കൊടുത്തത്. ഈ മാത്തുക്കുട്ടിയും മരണമടഞ്ഞ മാത്തുക്കുട്ടിയും ഭാര്യ അവർ രണ്ടുപേരും മാത്രമാണ്, വയസ്സായ രണ്ടുപേരും മാത്രമാണ് വീട്ടിലുള്ളത്. മക്കൾ വിദേശത്താണ്. എന്തായാലും ഇന്ന് മുകളിൽ നിന്നും വീട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ സാങ്കേതിക തകരാർ എന്ന് പറയുന്നത്. ഫയർഫോഴ്സ് പറയുന്നത് ഇത് വൈദ്യുതി ബന്ധം നിലച്ചതാണ്. അത് നിലച്ച സമയത്താണ് ഇത്ര അപകടം ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ആ സമയത്ത് തല പുറത്തേക്കിട്ട് നോക്കിയതോ അല്ലെങ്കിൽ അവിടെ അത്തരത്തിൽ നോക്കിയ സമയത്ത് എങ്ങാണ് വീണ്ടും കറണ്ട് വന്ന സമയത്ത് ലിഫ്റ്റ് പെട്ടെന്ന് താഴേക്ക് വരുമ്പോൾ ജാം ആയതാവാം എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും അത്തരത്തിലാണ് അപകടം സംഭവിച്ചത്. എന്തായാലും ലിഫ്റ്റിനുണ്ട് ഈ സ്ക്വയർ പൈപ്പ് വെച്ച് താൽക്കാലികമായി നമ്മൾ സാധാരണ ലിഫ്റ്റ് കാണുന്ന സാധാരണ ഉള്ള ലിഫ്റ്റ് അല്ല, അത് അത്യാവശ്യം ഈ പെട്ടെന്ന് മേളിൽ പോകത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്ന സജ്ജീകരണമാണ് ആ ലിഫ്റ്റിലുള്ളത്. ആ സ്ക്വയർ ട്യൂബ് പൈപ്പ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ തല പുറത്തേക്കിട്ട് തല നോക്കിയ സമയത്ത് ഒരുപക്ഷെ കറണ്ട് നിന്ന സമയത്ത് തല പുറത്തേക്കിട്ട് നോക്കിയപ്പോൾ വീണ്ടും വൈദ്യുതി വന്ന സമയത്ത് പെട്ടെന്ന് തല എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജാം ആയതായിരിക്കാം എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് നൽകുന്ന ഒരു വിവരം. എന്തായാലും സംഭവ സ്ഥലത്ത് തന്നെ ഈ മാത്തുക്കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാരും ഒക്കെ വന്ന് രക്ഷപ്പെടുത്തെങ്കിലും മരണമടഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം അവിടെ നിന്നും ബോഡി അവിടെ നിന്നും ഒരു ഏറെ ശ്രമകരം നേരത്താണ് ഈ ലിഫ്റ്റിന്റെ കമ്പികളൊക്കെ മുറിച്ചതിന് ശേഷമാണ് പിന്നീട് മൃതദേഹം പുറത്തെടുക്കുന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഏറെ സങ്കടകരമായ വാർത്തയാണ്. പത്തനംതിട്ട ജില്ലയിലെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലേക്ക് പല വീടുകളിലും വൃദ്ധമാതാപിതാക്കൾ തനിച്ചാണ്. മക്കളൊക്കെ വിദേശത്തായിരിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വൃദ്ധമാതാപിതാക്കൾ അവർ തനിച്ചായതുകൊണ്ട് തന്നെ അതായത് ബഹുനില വീടാണ്, കയറി ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ രീതിയിൽ സൗകര്യം ചെയ്തു കൊടുത്താണ് ലിഫ്റ്റ് നിർമ്മിച്ച് നൽകിയതാണ്. പക്ഷെ അതാണ് ഒടുവിൽ ഈ രീതിയിലൊരു വലിയ ദുരന്തത്തിന് കാരണമായത്. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ തുടരുന്നു. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ഇത് തെരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിക്കും.
ആശ്രിതർക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. തുരങ്കപാത നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരായ 5 പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ പ്രതീക്ഷിച്ചതിലും ദുഷ്കരമെന്നാണ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറയുന്നത്. കുറേ ഏരിയ കൂട്ടി കൂടുതൽ വെഹിക്കിൾസൊക്കെ വന്നിട്ടുണ്ട്. ഹിറ്റാച്ചി മറ്റെല്ലാം എത്തിയിട്ടുണ്ട്, വാഹനങ്ങൾ വരുന്നുണ്ട്. മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ളത് നടക്കുക. ഏതാണ്ട് ഒരു ധാരണ ഉണ്ട് എന്നാണ് പറയുന്നത്, ഏത് ഏരിയയിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് പോകുന്നുണ്ട്. മഴ വലിയ അങ്ങനെ ഇതില്ല, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മഴ വലിയ തടസ്സമാണ്, വലിയ തടസ്സം തന്നെയാണ്. എന്തായാലും മാസ്റ്റർ പ്ലാൻ പ്ലാൻ എന്തെങ്കിലും ഇല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് അവർ ഫ്രീ ആക്കി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പ്രദേശവാസികൾക്കുള്ള നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ? പ്രദേശവാസികൾ ഇവിടെ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതല്ലാത്തവർ വന്നിട്ട് നമ്മുടെ വർക്കിനെ ബാധിക്കാത്ത രീതിയിലാക്കും. വിവരങ്ങളുമായി CV അനുമോദും ജയരാജ് ബത്തേരിയും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഇത് മനുഷ്യനിർമ്മിതമാണ്, നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്നും ദേശീയ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്നൊക്കെ രീതിയിൽ പല വിമർശനങ്ങളുമുണ്ട്. പക്ഷെ എന്തായാലും തിരച്ചിലിപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നു. ഇതെങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനം, മറ്റു തിരച്ചിലും മറ്റും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ടോം, ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയാണ് ഇപ്പോൾ ഈ കള്ളാടിയിലെ തെരച്ചിലിന് വലിയ തടസ്സം തീർക്കുന്നത്. വലിയ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് കൂടുതൽ ഇടിയുന്ന ഒരു സാഹചര്യം. ഈ തെരച്ചിൽ നടത്തുന്നവർക്ക് സുരക്ഷിതമായിട്ട് അവർക്ക് തിരയാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഒരു വലിയ ദുഷ്കരമായ ഭൗതിക സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്, കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഈ കള്ളാടി പാലത്തിന്റെ താഴെ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ നമുക്ക് ഒരു ജീപ്പ്, മണ്ണിനടിയിൽപ്പെട്ട ഒരു ജീപ്പ് പുറത്ത് എടുത്തു വെച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് താഴെ 3 എക്സ്കവേറ്ററുകൾ, JCBകൾ ഉപയോഗിച്ച്, വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. കനത്ത കുത്തൊഴുക്കാണ് ഈ ഒരു പുഴയിൽ ഉള്ളത്. അത് വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് തീർക്കുന്നത്. 1 മണിക്കൂർ മുമ്പൊന്നും അവിടെ നിൽക്കാൻ കഴിയാത്തത്ര രീതിയിൽ മണ്ണൊലിപ്പായിരുന്നു, കുത്തൊഴുക്കായിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ മണ്ണ് നീക്കി കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഏകദേശം ഏത് ഭാഗത്തുണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ മാത്രമാണ്. പക്ഷേ മല പോലെ മണ്ണ് ഒഴുകി നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയായതുകൊണ്ട് തന്നെ ഒന്നും വിചാരിച്ച വേഗത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം. 4 സംഘങ്ങളായിട്ട്, 4 സോണുകളായി തിരിച്ച് ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും പോലീസും അതേ നാട്ടുകാരും ഒക്കെ ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമായി മണിക്കൂറുകളായിട്ട് ഈ ഒരു പരിശ്രമത്തിൽ ഏർപ്പെടുകയാണ്. പക്ഷേ പൂർണ്ണമായിട്ടും അത് ഫലം കാണുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇവിടെ ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക വലിയ തോതിൽ തന്നെ ഉയരുന്ന ഒരവസ്ഥയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പ്രദേശത്ത് അവിടെ മണ്ണിടിഞ്ഞതിനപ്പുറത്താണ് ഈ ഒരു തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണം നടക്കുന്നത്. അവിടെ ഒരു മലയുടെ ഒരു വശം മുഴുവൻ സിമന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിരുന്നു. ആ പ്ലാസ്റ്റർ ചെയ്ത ഇടത്ത് വെള്ളം പുറത്തേക്ക് പോകാൻ കഴിയാതെ അത് മലയുടെ ഉള്ളിൽ തന്നെ തിങ്ങി നിറഞ്ഞ് അങ്ങനെ മല ഇടിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഉദ്യോഗസ്ഥരും അതേ ഈ സ്ഥലം സന്ദർശിച്ച വിദഗ്ധരും ഒക്കെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടിവെച്ച മണ്ണിന്റെ സമ്മർദ്ദവും ഇതിനുണ്ടായിരുന്നു. അതായത് 2 തരത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മലയുടെ ഒരു വശം സിമന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തത്, അവിടെ അതിലൂടെ വെള്ളത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടപ്പോൾ ആ വെള്ളം മുഴുവൻ മലയുടെ ഉള്ളിൽ നിറഞ്ഞ് അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ആ മല ഇടിയുന്ന ഒരവസ്ഥയുണ്ടായി. 2, നേരത്തെ കൂട്ടിവെച്ച മണ്ണിന്റെ സമ്മർദ്ദവും ഇതിനൊപ്പം വന്നു. അങ്ങനെയാണ് ഈ 2 ഘടകങ്ങളാണ് ഇവിടെ ദുരന്തത്തിന് വഴിയൊരുക്കിയത് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴിവിടെ നേരിടുന്ന വെല്ലുവിളി ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം മണ്ണിങ്ങനെ കൂന പോലെ കൂടി നിൽക്കുമ്പോൾ ഈ മഴയത്ത് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കില്ല ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഈ ഒരു മഴയുടെ ശൈലി, കുത്തൊഴുക്കിന്റെ രീതി, ഇതൊക്കെ തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. കുത്തൊഴുക്കൊക്കെ വലിയ ഫോഴ്സിലാണ് വെള്ളം ഒഴുകി പോകുന്നത്. അതായത് മണ്ണിനടിയിൽ ഒരു ഉറവ പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാകും അതേ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് പലപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ ഒരു വലിയ ആശങ്ക ആ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയുവാൻ. എന്നാണെങ്കിലും പ്രഥമ പരിഗണന ഇപ്പോൾ കാണാതായ 5 പേരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇപ്പോഴിവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോം.
യെസ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുരന്തം വരുത്തി വെച്ചതാണെന്നാണ് വലിയ ആക്ഷേപമുയരുന്നത്. യഥാർത്ഥത്തിൽ ഈ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടത് അത് നീക്കം ചെയ്യാതിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പൊക്കെ അവഗണിച്ചതല്ലേ ഈ ദുരന്തത്തിന് കാരണമായത്? അപ്പം മണ്ണ് കൂട്ടിയിട്ടത് വലിയ തോതിൽ തന്നെ അപകടത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ പ്രാഥമികമായിട്ട് സംശയമില്ല. പക്ഷേ അതുമാത്രമാണോ എന്നുള്ളത് ചോദ്യം വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശാസ്ത്രീയമാണെന്ന് കരുതാവുന്ന ഒരു നിർമ്മാണം, അതായത് ഇവിടുത്തെ മലകളുടെ എല്ലാം തന്നെ സ്വഭാവം വലിയ തോതിൽ ഉറവകൾ കിനിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ളതാണ്. മാത്രമല്ല ഈ ഒരു പാറക്കെട്ടുകൾ കാണുന്നതിന് മുകൾ മണ്ണിന്റെ ഭാഗത്ത് അവിടെ വലിയ തോതിൽ തന്നെ ഉറവകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാ മണ്ണ് മാറ്റുമ്പോൾ ഈ പാറ എത്തുന്നതിന് മുമ്പ് വരെ മണ്ണ് മാറ്റുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ്. അപ്പോൾ ഒരു മലയുടെ ഒരു വശം ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനായി മണ്ണ് നീക്കി അവിടെ സിമന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തു. സ്വാഭാവികമായിട്ടും സിമന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മണ്ണിലൂടെ ഉള്ള ഉറവകൾ അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും അത് മണ്ണിലേക്ക് തന്നെ കിനിയുകയും ചെയ്യും. അങ്ങനെ ഒരു പരിധിക്കപ്പുറം ഈ വെള്ളം മലയിൽ ഈ പ്ലാസ്റ്റർ ചെയ്ത ഭാഗത്ത് സംഭരിച്ചതോടെ ഒരു ഘട്ടം കഴിഞ്ഞതോടെ അത് ഇടിയുകയായിരുന്നു. അതിന്റെ ശക്തിയിൽ അപ്പുറത്ത് കൂടിവെച്ച മണ്ണും ആ മൺകൂണിയും ഈ ഇടിച്ചിലിൽ പെട്ടു എന്ന് വേണം കരുതുവാൻ. ഇതിന്റെ ഈ രണ്ട് ഘടകങ്ങളാണ് ഇവിടെ അപകടത്തിലേക്ക് നയിച്ചതെന്ന് വേണം നമുക്ക് ഇവിടെ എത്തി വിദഗ്ധരോട് സംസാരിച്ചപ്പോഴും ഇവിടെ സന്ദർശിച്ച ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു മഴ, അതോടൊപ്പം തന്നെ അല്പം അശാസ്ത്രീയമെന്ന് കരുതാവുന്ന നിർമ്മാണം, അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ കമ്പനി മണ്ണ് നീക്കം ചെയ്യാത്തത് ഇതിന്റെ ഒരു ആഘാതം കൂട്ടി എന്ന് വേണം പറയുവാൻ. കാരണം അവിടെ നിന്നും വെള്ളവും മണ്ണും ഒന്നിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കൂടി നിന്നിരുന്ന ആ വലിയ മൺകൂന കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒഴുകിപ്പോരുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടെ ഈ ദുരന്തം ഉണ്ടായതെന്ന് വേണം കരുതുവാൻ. എന്താണെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിൽ ഈ ഒരു നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവ് ഇതിനൊരു വഴിയൊരുക്കി എന്ന വിലയിരുത്തൽ തന്നെയാണ് നിലവിലുള്ള ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഈ മന്ത്രിമാരുടെയൊക്കെ നിരീക്ഷണവും അത്തരത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 മണിയോടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഈ സംഭവ സ്ഥലം ആദ്യം സന്ദർശിക്കുക, തുടർന്ന് ക്യാമ്പിലേക്ക് പോകും. അതിനുശേഷം VMC ആശുപത്രിയിൽ എത്തും. അതിനുശേഷം കളക്ടറേറ്റിൽ അവലോകനം ചെയ്യുന്നുണ്ട്. അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് അദ്ദേഹത്തിന്റെ സമയക്രമം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കനത്ത മഴ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരുന്നതിനും തടസ്സമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലാകും ഇറങ്ങുക. അവിടെ നിന്നും റോഡ് മാർഗമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുക. എന്താണെങ്കിലും 3:30 എന്നാണ് നൽകിയ സമയമെങ്കിലും അത് വൈകാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം ഒരുപക്ഷെ കുറെ കൂടി വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഔദ്യോഗികമായിട്ട് തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ടോം. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം വൈകുന്നേരം 4 മണിയോടുകൂടി ഈ ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതിനിടെ ഈ ക്യാമ്പിൽ നിന്നും ജയരാജ് ബത്തേരി കൂടി ചേരുന്നുണ്ട്. ജയരാജ്, നമുക്കറിയാം ഇന്നലത്തെ ആ ദൃശ്യങ്ങൾ അത് ഏറെ ഭയമുളവാക്കുന്നതാണ്. അതിൽ നേരിട്ട് ഈ അപകടത്തിൽ പെട്ടവരുണ്ട്. ഈ അപകട സ്ഥലത്തു നിന്ന് നീക്കം ചെയ്തവരൊക്കെ ഇപ്പോൾ ക്യാമ്പിലാണ്. എത്ര പേരാണ് ഈ ക്യാമ്പിലുള്ളത്? അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചവർ, അല്ലെങ്കിൽ ആ ദുരന്തം കൺമുന്നിൽ കണ്ടവർ, അതിൽ പരിക്ക് പറ്റിയവരൊക്കെ ക്യാമ്പിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും ടോം, ഇന്നലെ നടന്ന ദുരന്തത്തിൽ നമുക്കറിയാം ഏതാണ്ട് 3 പേര് മരണപ്പെട്ടു. ബാക്കിയുള്ളവർക്കുള്ള തിരച്ചിൽ ഇവിടെ നടത്തുകയാണ്. പക്ഷേ ഈ ഭാഗത്തുള്ള ഏതാണ്ട് 90ഓളം ആളുകൾ ഇവിടെ മേപ്പാടിയിലുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. ഏതാണ്ട് 34ഓളം സ്ത്രീകളും ബാക്കി കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്നവരാണ് ഇവിടെ കഴിയുന്നത്. തീർച്ചയായും നമുക്ക് അവരുടെ ഒരു വലിയ ദയനീയ അവസ്ഥയാണ്. കൂടുതലും കൂലിപ്പണിക്കാരും അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്.
പക്ഷേ അവിടേക്കൊന്നും ഈ ഒരു പ്രശ്നം എത്തിയില്ലെങ്കിലും അവരൊക്കെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ട ഒരവസ്ഥ വളരെ ദയനീയമാണ്. പലരെയും നമ്മൾ കണ്ട് സംസാരിച്ചപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഒരു CCTV ദൃശ്യത്തിൽ നമ്മൾ കണ്ട ഒരു ഭാര്യയും ഭർത്താവും അവരൊക്കെ തലനാരിഴയ്ക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അവരുടെ കുടുംബമൊക്കെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കരയുന്നതും പറയുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഈ ദുരന്തം വലിയ രീതിയിലായില്ലെങ്കിലും ഈ 3 അല്ലെങ്കിൽ ഇത്രയും ആളുകൾ മരിക്കുക എന്നുള്ളത് ഒരു വലിയ രീതിയിലുള്ള ദുരന്തമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളുടെ ഒക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. യെസ്, തീർച്ചയായും. എന്തായാലും ആ വലിയ ആഘാതം അവരെ മാനസികമായി വല്ലാതെ തളർത്തി കാണും. ഏതൊക്കെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മനസ്സിലാക്കുന്നതനുസരിച്ച് ജനപ്രതിനിധികളടക്കം ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടയുള്ള ഒരു പുനരധിവാസം ഉൾപ്പെടെ ആവശ്യമാണല്ലോ. പ്രത്യേകിച്ചും പലതും നഷ്ടപ്പെട്ടവരുണ്ട്. ഈ മരിച്ചവർക്ക് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ കാര്യം, അതോടൊപ്പം ഈ ക്യാമ്പിലുള്ളവരുടെ കാര്യത്തെക്കുറിച്ചൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കരുതലുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ സർക്കാരിനോട്? കാരണം എനിക്ക് തോന്നുന്നു ഈ വയനാട് ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന ആളുകൾ വലിയ ഭീതിയോടെയാണ് അന്തി ഉറങ്ങുന്നത്. അവരുടെയൊക്കെ ഒരു സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ പലരും മാറാൻ തയ്യാറല്ല. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മഹാരാഷ്ട്രയിലൊരു അതിവേഗത്തിൽ തന്നെ ഒരു കെട്ടിടം വീഴും എന്ന് ഒരു വീട്ടുടമയോട് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ നാളെ ഇവിടെ നിന്ന് മാറാം. പക്ഷേ ആ മുന്നറിയിപ്പ് അവഗണിച്ചു, ആ കെട്ടിടം വീണു. ആ കുടുംബത്തിൽ 6 പേരാണ് മരിച്ചത്. പലപ്പോഴും ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതൊരു വലിയ അപകടത്തിൻ്റെ വലിയ വ്യാപ്തി കൂടാൻ കാരണമാകുന്നില്ല. ഒരുപക്ഷെ ഈ നിർമ്മാണ കമ്പനി അവർക്ക് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയതാണ്. ആ മുന്നറിയിപ്പ് അവഗണിച്ചതാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമായത്. തീർച്ചയായും ടോം, അത് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. കാരണം ഇതൊരു മനുഷ്യ നിർമ്മിത ദുരന്തം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു നിർമ്മാണം, അതായത് ഒരു തുരങ്കത്തിന്റെ ഒരു പണിയാണ് അവിടെ നടക്കുന്നത്. അപ്പോ ഈ ഒരു തുരങ്ക നിർമ്മാണത്തിന് തന്നെ പല രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ. കാരണം അവരോട് പറയുന്നത് ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്, അതുപോലെ തന്നെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താതെയാണ് ഇത്തരത്തിലൊരു സംഭവങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ വർഷങ്ങളായിട്ട് ഇവിടെ ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ പറയാണ് 40 കൊല്ലം മുമ്പ് ഈ ചൂരൽമല, അതായത് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടി, അവിടെ നിന്ന് 5 കിലോമീറ്ററേ കള്ളാടിക്കുള്ളൂ. ആ ഒരു ഭാഗത്ത് 40 വർഷം മുമ്പ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. അവിടെ 17ഓളം പേര് മരിച്ചതാണ് ഈ ഒരു മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷേ ഈ കള്ളാടിക്ക് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്. അതുപോലെ മുണ്ടക്കൈ, ചൂരൽമല, കള്ളാടി, അട്ടമാല എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ ഈ ഒരു പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ ഇതിനൊരു ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടത്താതെയാണ് ഈ ഒരു തുരങ്കപാതയ്ക്കുള്ള ഒരു സംഭവം നടത്തിയതെന്നാണ് അന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞത്. അതിന്റെ പേരിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ കുറെ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. അപ്പോ ഇപ്പോ നോക്കുമ്പോൾ അത് ഏകദേശം സത്യമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ ഒരു തുരങ്കപാത എത്രത്തോളം യാഥാർത്ഥ്യമായാൽ തന്നെ എത്രത്തോളം ഗുണകരമാവും എന്നുള്ളതിന്റെ ഒരു സംശയം ഇപ്പോഴും ആളുകളിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് തന്നെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മണ്ണെടുക്കുന്നതിന് വേണ്ടി ഈ കമ്പനിയുമായി ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അധികൃതരും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവരത് കാര്യമാക്കിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്നാണ് കൂടുതൽ ആളുകൾ പറയുന്നത്. എന്നാൽ ഇത് പറയുകയൊക്കെ ആണെങ്കിൽ തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ പാറ കഷ്ണങ്ങൾ വീണ് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇതേ സ്ഥലത്ത് തന്നെ ആ പാറ അടക്കമാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഈ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലാണോ എന്നുള്ളതൊക്കെ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അനധികൃതമായ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുമതി കൊടുത്തത് ആരാണ് എന്ന്, അതൊക്കെ ഒരുപാട് പരാതികളുണ്ടെങ്കിലും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊന്നും പിന്നീട് ഒരു പരിഹാരമോ അല്ലെങ്കിൽ അത് നിർത്തലാക്കുകയോ ഒരു സർക്കാരും ചെയ്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള
കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതൊക്കെ ഈ ഒരു ഉരുൾപൊട്ടലിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെ ഒരു സെൻസിറ്റീവായ സ്ഥലമായതുകൊണ്ട് ഇതിനുള്ള ഒരു സാധ്യതയൊക്കെ വരാം. എന്തായാലും ഇപ്പോൾ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന പലരും അവർക്ക് സ്വന്തം സ്ഥലത്തേക്ക് പോകണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ രീതിയിൽ അവർക്ക് പോകാൻ പറ്റില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം വീടുകളും അല്ലെങ്കിൽ ഈ ഒരു ഭയപ്പാടോടെ ഇപ്പൊ പോകുന്ന ഒരവസ്ഥ ഇല്ല. പക്ഷെ അവർക്ക് ഇവിടെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ നോക്കുന്നുണ്ട്. എങ്കിലും വീടില്ലാതെ കിടക്കുന്ന ഒരു വിഷമം അതൊരു വലിയ വിഷമം തന്നെയാണ് കേട്ടോ. അതാണ് അത്ര ആ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് വേദന മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നിരവധി കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ട്രംപ്. തുർക്കിയിൽ വെച്ച് നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിലാണ് നിർണായക പ്രഖ്യാപനം. ഇന്ന് പുലർച്ചെ ഇറാനിലേക്ക് US ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. പകരം ഇറാൻ കുവൈറ്റിനെയും ബഹ്റൈനെയും ലക്ഷ്യം വെച്ച് തിരിച്ചടിയും നൽകി. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ നിർണായകമായ പ്രഖ്യാപനം. Mr. President, is the ceasefire over? Is the ceasefire done? Is the MOU dead? It's a very interesting question. To me, I think it's over. I don't want to deal with them anymore. They're scum. You know what scum is? They're scum. They're sick people. They're led by sick people. And they're vicious, violent people. And if they had a nuclear weapon, they'd use it. As far as I'm concerned, it's over. I'll speak to our negotiators. They want to negotiate. They're good people. Steve Witkoff. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, യുദ്ധത്തിൻ്റെ കെടുതികൾ ഈ ലോകം മുഴുവൻ നേരിട്ടതാണ്. പ്രത്യേകിച്ച് ഇറാൻ മാത്രമല്ല, പശ്ചിമേഷ്യ മാത്രമല്ല, മറ്റു ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കം, കേരളത്തിൽ നമ്മൾ ഓരോ മലയാളികളടക്കം ഇതിൻ്റെ ബുദ്ധിമുട്ട് നേരിട്ടതാണ്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ. വീണ്ടും ഒരു യുദ്ധത്തിന് ഉള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു, അല്ലെങ്കിൽ യുദ്ധഭീതിയിലേക്ക് ലോകം നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്താണ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ടോം, പശ്ചിമേഷ്യയിലുള്ള സംഘർഷങ്ങൾ കാരണം ലോകം മുഴുവനുണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് കരകയറി വരികയായിരുന്നു. അപ്പോഴാണ് ട്രംപിൻ്റെ വീണ്ടും എല്ലാവരെയും ഭയപ്പെടുത്തുന്ന പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ തുർക്കിയിൽ നാറ്റോ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നാറ്റോ ഉച്ചകോടിയിൽ വെച്ചാണ് ട്രംപിൻ്റെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം. ഇറാനെതിരെ അദ്ദേഹം വളരെ പ്രകോപനപരമായിട്ടുള്ള നിരവധി കമൻറ്റുകൾ നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് തന്നെ നടത്തിയിരുന്നു. നാറ്റോയ്ക്കെതിരെ വരെ ട്രംപ് രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി. അതായത് ഇറാനെതിരെയുള്ള സംഘർഷത്തിൽ നാറ്റോ ഒരു തരത്തിലും തങ്ങളെ സഹായിച്ചില്ല, പല രാജ്യങ്ങളും മോശമായാണ് US-നോട് പെരുമാറിയത്, അത് കാരണം സ്പെയിനുമായിട്ട് ഉൾപ്പെടെയുള്ള വ്യാപാര ബന്ധം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുൾപ്പെടെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. അതിന് പിന്നാലെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ നേരിട്ടപ്പോഴാണ് ട്രംപ് ഇറാനെതിരെയുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി ഒപ്പിട്ട ധാരണാപത്രം അവസാനിച്ചു കഴിഞ്ഞു. അവർ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. ഇറാനെ നയിക്കുന്നത് നീചരായ ദുഷ്ടരായിട്ടുള്ള ആളുകളാണ്. അവർ തങ്ങളെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ 2 ഘട്ടത്തിലുള്ള നേതാക്കളെ, ആദ്യം അവർ ഇറാനിലുണ്ടായിരുന്ന ഭരണകൂടത്തിനെ US തകർത്ത് കഴിഞ്ഞു, 2ാം നിരയിലുള്ള ഭരണകൂടത്തിനെ നശിപ്പിച്ചു. ഇപ്പോൾ അടുത്ത് അവർ വീണ്ടും ഞങ്ങളോട് യുദ്ധമാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഇറാന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി. ഇനി ഒരിക്കലും ഇറാനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ വെറും മാലിന്യങ്ങളാണ് എന്നതുൾപ്പെടെയുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് ട്രംപ് നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ വെടിനിർത്തൽ കരാർ ഒരു പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം കൂടി ട്രംപ് നടത്തിയത്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ US ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇറാനിലേക്ക് നടത്തിക്കൊണ്ടിരുന്നത്. പല ഇറാനിയൻ നഗരങ്ങളിലേക്കും മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സിറിക്ക്, അതുപോലെ ബന്ദർ അബ്ബാസ് എന്നീ ഇറാനിയൻ നഗരങ്ങളിൽ ആക്രമണം നടത്തി. സിറിക്കിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, നിരവധി പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അതുപോലെ ഖേഷം ദ്വീപിലും ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ ഇറാൻ അതിനൊരു പ്രതികാര നടപടി എന്നോണം ഗൾഫ് രാജ്യങ്ങളെയാണ് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത്. പ്രധാനമായിട്ടും ബഹ്റൈനിലും കുവൈറ്റിലേക്കും ഇറാൻ മിസൈൽ വർഷം നടത്തി. IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവന പ്രകാരം US-ന്റെ 85 കേന്ദ്രങ്ങളെ
രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചു എന്നാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബഹ്റൈനിലുള്ള US-ന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തി, കുവൈറ്റിലുള്ള അലി അൽ സലീം എയർബേസിന് നേരെ ആക്രമണം നടത്തി, ബഹ്റൈനിൽ തന്നെയുള്ള ഷെയ്ഖ് ഇസ എന്ന എയർബേസിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്ന് അവർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ബഹ്റൈനിൽ 3 റൗണ്ട് സൈറനുകളാണ് മുഴങ്ങിയത്. തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങളെല്ലാം ആശങ്കയിൽ തന്നെയാണ്. കുവൈറ്റിൽ ഒരു റൗണ്ട് സൈറനാണെങ്കിൽ ബഹ്റൈനിൽ 3 റൗണ്ട് സൈറനുകൾ മുഴങ്ങി എന്നുള്ള തീർത്തും ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ അതാണ്. ഇത് ഇറാനെ ട്രംപ് വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുൻ പരമോന്നത നേതാവിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെയും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട ട്രംപ് നടത്തിയ അധിക്ഷേപമുണ്ടല്ലോ, അത് വല്ലാതെ അവരെ മാനസികമായി അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ ട്രംപ് ഇപ്പോൾ പറഞ്ഞ പരാമർശവും, അതായത് ഇറാൻ എന്തോ തകരാറുണ്ട്, അവർ മാനസിക രോഗികളാണ്, കഴിഞ്ഞ രാത്രി വളരെ അപകടകാരികളായ ഇറാൻകാർക്ക് നേരെ ഞങ്ങൾ ശക്തമായ ആക്രമണം നടത്തി എന്നൊക്കെ ട്രംപ് പറയുമ്പോൾ ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയല്ലേ അജയ്? തീർച്ചയായിട്ടും എല്ലാവിധ നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളെയും തകർക്കുന്ന രീതിയിൽ ഇപ്പോൾ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾക്കെല്ലാം പുല്ലുവില കൊടുക്കുന്ന രീതിയിലാണ് ട്രംപിൻ്റെ ഇപ്പോഴുള്ള തീർത്തും ഏകപക്ഷീയമായിട്ടുള്ള പ്രഖ്യാപനമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ US ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇതുവരെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഔദ്യോഗികമായി രംഗത്ത് വന്നിട്ടില്ല. ഇതിനു മുൻപേ ഹോർമുസിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റികൾ ഇറാൻ നടത്തുകയാണെങ്കിൽ അതിന് തക്കവണ്ണമുള്ള എക്സ്പ്ലനേഷൻസ് അവർ നൽകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഖത്തറിൻ്റെ, സൗദി അറേബ്യയുടെയും കപ്പലുകളെ ആക്രമിച്ചത് സംബന്ധിച്ച് അവർ യാതൊരുവിധ പ്രസ്താവനയും ഇറക്കിയിട്ടില്ല. എന്നാൽ US ഇത് ഇറാനാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള ആക്രമണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് ഇറാനിലുള്ള 80 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു എന്നാണ് US-ന്റെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നിലവിൽ നോക്കുകയാണെങ്കിൽ അറിയാം, ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാഖിലുള്ള നജാഫിൽ വെച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം നജാഫിൽ എത്തിയത്. ഇപ്പോഴവിടെ വിലാപയാത്രയും അതുപോലെ പൊതുദർശനം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇറാഖിലുള്ള പൊതുദർശനം അതുപോലെ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ശേഷം നാളെ ഈ മൃതദേഹം ഇറാനിലേക്ക് തിരിച്ചെത്തിക്കും. അതിനുശേഷം മിനാബിൽ വെച്ചായിരിക്കും അന്തിമ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. അപ്പോൾ നാളെ ഇറാന്റെ മുൻ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഈ നിർണായക പ്രഖ്യാപനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇറാഖിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയ്ക്ക് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ അടിയന്തരമായി ഇറാനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ടെഹ്റാനിലേക്ക് തിരിച്ചെത്തിയത്. അത് ഈ അടിയന്തര സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തുമ്പോൾ നാളെ ഇനി സംസ്കാര ചടങ്ങിന്റെ മധ്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ലോകം. യെസ്, അതാണ് വലിയ ആശങ്കയിലാണ് ലോകം. കാരണം യുദ്ധത്തിൻ്റെ കെടുതികൾ ഇപ്പോഴും ഇറാൻ മാത്രമല്ല, പശ്ചിമേഷ്യ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതോടൊപ്പം ബഹ്റൈനിലെയും കുവൈത്തിലെയും ജനങ്ങൾ, മലയാളികളടക്കം വലിയ ആശങ്കയിലാണ്. ഇറാൻ്റെ ഭാഗത്തുനിന്നും തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട്. ഇടവേള. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്.
വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നോട് കാര്യം അരക്കാത്തോണ്ട് ഇവിടെ ലഹരി അടിച്ചിട്ട് ഇവിടെ കന്ന് ചലിക്കണ്ട എന്ത് അയ്യ ലഹരി അടിച്ചിന് എന്നെ കുമ്മാരി വെച്ചാൽ എന്റെ അമ്മനെ എന്റെ അമ്മന്റെ നേരിടോ എന്റെ അമ്മച്ചുണ്ടല്ലോ ഓൻ ഇവിടെ കടന്ന് കളിച്ചിട്ട് വരാൻ ഞാൻ എന്നെ പോലത്തെ ലഹരി ഇല്ല. എന്താ പറഞ്ഞാ പിന്നെ ഓളെ പറഞ്ഞോളൂ ഈ എന്താ കണ്ണൂർ ജനിക്കാറോ മനസ്സിലായോ? അല്ല ഓളോട് ഞാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടാത്ത നിങ്ങളോട് കാലം വരെ പറഞ്ഞിരിക്കണോ? ഓള് പറയട്ടെ ഈ കേട്ടു എന്തെങ്കിലും വേണ്ടാത്ത ഒരു സംഗതി എന്തെങ്കിലും ഇറങ്ങിയാല് എന്നെ തീർത്തിട്ടേ ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോളൂ. മനസ്സിലായോ? ആഴ്ച പേടി കഴിഞ്ഞിട്ടേ എന്റെ ഓക്കുണ്ടല്ലോ ഭർത്താവുണ്ടല്ലോ മനസ്സിലാക്കിയോണ്ടി എന്റെ അരിയെ കാത്തിക്കണ അതിനാ മനസ്സിലാക്കിയോണ്ടി. എന്താ പറഞ്ഞെന്നുള്ളത് മുമ്പ് മനസ്സിലാണ്ട് എന്താന്നുള്ളത് പോലീസുകാരെ കൊണ്ട് വലിയ വരിക വീടിന്റെ തുടർത്ത് അടിക്കുന്ന പോലീസാണ് നിങ്ങള് ഫോട്ടോ തുടരുന്നു. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ അയൽവാസികൾ തമ്മിലുള്ള വാക്കുതർക്കത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഈ വാക്കുതർക്കം പിന്നീട് കൊലപാതകത്തിലാണ് കലാശിച്ചത്. മണാശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിനോദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ജയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ഗുലാം നബി ആസാദ് ചേരുന്നുണ്ട് മുക്കത്ത് നിന്ന്. ആസാദ്, ചെറിയ ഒരു വാക്കുതർക്കമാണ് പിന്നീട് കൊലപാതകത്തിന് കാരണമായത്. ഇരുവരും തമ്മിൽ അല്ലെങ്കിൽ ഈ വീട്ടുകാർ തമ്മിൽ വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്നോ, തർക്കമുണ്ടായിരുന്നോ മുൻപ്? അത്തരമൊരു തർക്കമല്ല. ഈ ജയകുമാർ, ഈ പ്രതിയായ ജയകുമാർ സാധാരണ ഇത്തരത്തിൽ മദ്യപിച്ചെത്തി അയൽവാസികളുമായി കയർക്കുകയും അസഭ്യം പറയുകയും തെറി വിളിക്കുകയും എല്ലാം സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് നാട്ടുകാർ നമ്മോട് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതലേ ഇത്തരത്തിൽ അവിടെ ഈ ജയകുമാറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ത്രീയെ അസഭ്യം പറയുകയും അതിനെ തുടർന്ന് ഏറെ നേരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് അതിന്റെ ഒടുവിൽ അവസാന ഭാഗമാണ് ഈ മരണപ്പെട്ട വിനോദ് കുമാർ ഈ വിഷയത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ അങ്ങോട്ട് എത്തുന്നത്. ആ സമയത്ത് ഈ ജയകുമാർ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് കഴുത്തിന് വെട്ടുകയായിരുന്നു. ആ ആഴത്തിൽ മുറിവേറ്റ ജയകുമാറിനെ ഉടനെ തന്നെ നാട്ടുകാർ, അയൽവാസികൾ മുക്കത്തെ തൊട്ടടുത്ത് KMCT മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും വിനോദ് കുമാർ മരണപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ പ്രതിക്കായി പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെ തെരച്ചിൽ നടത്തുകയും ഇന്ന് രാവിലെ ഈ തൊട്ടടുത്ത് ഈ മണാശ്ശേരിയിൽ നിന്നുള്ള മുതുകുറ്റി എന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ പ്രതിയെ നാട്ടുകാർ കണ്ടെത്തുകയും നാട്ടുകാർ പിടികൂടി പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. ഇയാൾ നേരത്തെയും അസാദ്, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ പ്രതി ജയകുമാർ? കാരണം ഇയാൾക്കെതിരെ മുൻപും ചില പരാതികളൊക്കെ ഉയർന്നു കേട്ടിരുന്നല്ലോ. തീർച്ചയായും ഇദ്ദേഹത്തിന്റെ മകളെ തന്നെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാൾ കൂടിയാണ്. ഇയാൾ മദ്യപിച്ച് ലഹരിയിലായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ
സ്ഥിരമായിട്ട് ആളുകളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അയൽവാസികളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയും ഈ പ്രദേശവാസികൾക്ക് തന്നെ ഒരു ശല്യക്കാരനായി മാറിയ ഒരാളാണെന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഈ മരണപ്പെട്ട വിനോദ് കുമാറിന്റെ മൃതദേഹ സംസ്കാര നടപടികൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിയായ ജയകുമാർ മുക്കം പോലീസ് കസ്റ്റഡിയിലാണ് ഇന്ന് ഇപ്പോൾ ഉള്ളത്. ഇദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കേസന്വേഷണത്തിന് നാട്ടിലെ സ്ഥിരം പ്രശ്നക്കാരനാണോ ആസാദി ജയകുമാർ? നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ഭീതിപ്പെടുത്തുന്നതാണ്. കാരണം ഈ ഇരുവരും തമ്മിൽ ചെറിയ തർക്കമുണ്ടായിരുന്നു, രണ്ടുപേര് തമ്മിൽ. പിന്നീട് രാത്രിയോടുകൂടി ഈ വാക്ക് തർക്കത്തിൻ്റെ പേരിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് രാത്രിയോടുകൂടി ഈ പ്രതി ജയകുമാർ വീട്ടിൽ നിന്നും എത്തി ഒരു ആയുധം ഉപയോഗിച്ച് ഈ കൊല്ലപ്പെട്ടയാളുടെ കഴുത്തിന് വെട്ടുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇദ്ദേഹം ഈ വിനോദ് കുമാറും ആയി മാത്രമല്ല, ആ പരിസരത്തുള്ള അയൽവാസികളുമായുള്ള ആളുകൾക്കെതിരെ അസഭ്യം പറയുകയും തെറി വിളിക്കുകയും സ്ഥിരമായിട്ടൊരു ശല്യക്കാരനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇദ്ദേഹം മദ്യലഹരിയിലെത്തിയാണ് ഇന്നലെയും ഇത്തരമൊരു വാക്കുതർക്കം ഉണ്ടാകാൻ കാരണം. തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീയെ അസഭ്യം പറയുകയും അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് മുക്കം പോലീസിനെല്ലാം വിവരം അറിയിച്ചെങ്കിൽ പോലീസ് എത്താൻ വൈകി എന്നുള്ളൊരു ആക്ഷേപവും നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസ് വന്നിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നും നാട്ടുകാർ, ഇത്തരം ഒരു കൊലപാതകം നടക്കില്ലായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ വൈകിട്ട് ഏറെ നേരം കഴിഞ്ഞിട്ട് ഈ വിഷയങ്ങൾ തീരാതായതോടുകൂടി ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ മരിച്ച വിനോദ് കുമാർ. ഈ പ്രശ്നത്തിൽ എന്താണെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്ന സമയത്താണ് ഇയാൾ മാരകായുധം കൊടുവാള് വെച്ച് കഴുത്തിന് വെട്ടിയത്. വിട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇയാള് സാധാരണ അതാണ് മുക്കത്ത് രണ്ട് അയൽവാസികൾ തമ്മിലുള്ള ചെറിയ വാക്ക് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നൽകിയത് മുക്കത്ത് നിന്ന്. മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. കൊച്ചിയിൽ ഓട്ടോറിക്ഷയുടെ സൈഡ് ഗ്ലാസ് പൊട്ടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. സംഭവത്തിൽ കടവന്ത്ര സ്വദേശി സതീശനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടവന്ത്ര പോലീസ് ഇയാളെ പിടികൂടിയത്. സതീശൻ സ്ഥിരം പ്രശ്നക്കാരനെന്ന് പോലീസ് പറയുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ചെറിയൊരു തർക്കം, അത് കത്തിക്കുത്തിൽ കലാശിക്കുന്നു. ഈ സതീശൻ പ്രതി സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ബോധപൂർവം പ്രശ്നം സൃഷ്ടിച്ചതാണോ? ടോം, ഇത് വളരെ നിസ്സാരമായ ഒരു തർക്കമാണ്. അതായത് ഓട്ടോയുടെ സൈഡ് മിറർ തട്ടി അത് പൊട്ടി അതേ തുടർന്നുണ്ടായ തർക്കമാണ്. അത് ഒരു ബിയർ ബോട്ടിൽ പൊട്ടിച്ചിട്ടാണ് ഈ കരിക്ക് സതീശൻ എന്ന് പറയുന്ന സതീശൻ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ തന്നെയാണ്. എങ്കിലും ഇപ്പോൾ നിലവിൽ ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ ഈ സതീശൻ എന്ന് പറയുന്ന ആൾ നിരന്തരം പ്രശ്നക്കാരനാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള, അതായത് ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ വലിയ, ഇപ്പോൾ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിലുള്ള നടപടിക്രമങ്ങൾ പോലീസ് തുടരുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ, അതായത് സതീശനും ഇതിൽ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഈ സതീശനെയും ആശുപത്രിയിൽ എത്തിച്ച് ഡ്രസ്സിംഗ് ചെയ്ത ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും നിലവിൽ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതായത് കൈക്കിട്ട് ഒരു ബിയർ കുപ്പി തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ ചില്ല് കൊണ്ടാണ് സതീശൻ അയാളെ കുത്തിയത്. ഈ പറഞ്ഞതുപോലെ തുടക്കം ഒരു ചെറിയ തർക്കത്തിലാണ്, പക്ഷേ അത് വലിയ, ഈ പറഞ്ഞതുപോലെ കൊലപാതകത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അത്ര വലിയൊരു തർക്കമായി മാറുന്നു. ഇദ്ദേഹം നിരന്തരം കുറ്റവാളിയാണ്, നിരന്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് വരികയാണ്. എന്തായാലും സതീശനെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ മറ്റ് നടപടിക്രമങ്ങൾ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മാത്രമല്ല, ഇനി സതീശൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പറയുന്നുണ്ട്. സ്ഥിരമായ ആളുകളുമായി പ്രശ്നമുണ്ടാക്കും, സംഘർഷമുണ്ടാക്കും. ഇങ്ങനെയുള്ള
ഒരാൾ, പ്രത്യേകിച്ച് ഒരു മനോവൈകൃതമുള്ള ആൾ പുറത്തിറങ്ങി നടക്കുന്നത് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല, വീണ്ടും ഒരു അക്രമത്തിന് അല്ലെങ്കിൽ ഒരു കൊലപാതകം പോലും. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് മുക്കത്തെ ഒരു കൊലപാതക കേസായിരുന്നു. നിസ്സാര പ്രശ്നമാണ്, വാക്കുതർക്കമാണ്, അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പോലീസിനോട് പരാതിപ്പെട്ടിട്ടും പോലീസ് കൃത്യസമയത്ത് എത്തിയില്ലെന്ന് പറയുന്നുണ്ട്. ഇവിടെ പലപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങൾ, കൊലപാതകങ്ങൾക്ക് ഉണ്ടാകുമ്പോഴും പോലീസിനെതിരെ പലപ്പോഴും വിമർശനമുയരും. കാരണം പോലീസ് കൃത്യമായി ഇടപെട്ടില്ല, ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുവെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ഈ സതീശൻ, പ്രതിയായിട്ടുള്ള സതീശൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന്. അങ്ങനെയെങ്കിൽ അയാൾക്കെതിരെ കർശനമായ നടപടി, ഒരു കാപ്പ ചുമത്തിയെ അകത്തിടാനുള്ളൊരു ആർജവം പോലീസ് കാണിക്കണ്ടേ? ടോം, ഈ വധശ്രമത്തിനാണ് കേസെടുത്തതെന്ന് പറഞ്ഞിരുന്നില്ല, പക്ഷെ മുൻപുണ്ടായിരുന്നത് ഇയാൾ നിരന്തരം പ്രശ്നക്കാരനാണ് എന്നുള്ള പരാതികളാണ്. അത്തരത്തിലുള്ള നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാപ്പ ചുമത്താൻ തക്കതായിട്ടുള്ള ഗുരുതരമായ കേസുകളാണോ സതീശനെതിരെ നേരത്തെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പരിശോധിച്ച ശേഷം മാത്രമേ ഇത്തരം നടപടികളിലേക്ക് പോലീസിന് കടക്കാനാവൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ടോം സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ മാനസിക വൈകൃതങ്ങളുള്ള ഒരാൾ, അതല്ലെങ്കിൽ ആളുകളെ നിരന്തരം ഉപദ്രവിക്കുകയും ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്രയധികം ടെമ്പേർഡായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ആൾ ഒരു സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിപത്തായി മാറുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അത്തരം കാര്യങ്ങളിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതും കോടതി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും സതീശനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർ നടപടികൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുമോ, എൻ്റെ നിയമസാധുത എന്തെന്നുള്ള കാര്യം പരിശോധിക്കാനാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാൾ നിരന്തരം കുറ്റവാളിയാണ്, നിരന്തരം പ്രശ്നക്കാരനാണ്. മറ്റുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുക്കത്തെ സംഭവം പോലെ തന്നെ വളരെ നിസ്സാരമായ ഒരു പ്രശ്നം, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നം, അതല്ലെങ്കിൽ അല്പം പണം നൽകിയോ, അതല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കിനെ വിളിച്ചോ, അതല്ലെങ്കിൽ പുതിയൊരു മിറർ വാങ്ങി വെച്ചോ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു. അതാണ് ഈ വലിയ ഒരു കത്തിക്കുത്തിനെ ഈ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് കുത്തി മറ്റേയാളെ ഓട്ടോറിക്ഷ ഡ്രൈവറെ പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് അങ്ങനെയാണ്. ഗുരുതരമായ ഒരു അറ്റംപ്റ്റാണ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അയാൾ എന്തായാലും അയാളുടെ അപകടനില തരണം ചെയ്തു. പക്ഷേ അതായത് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് തന്നെ അത് വലിയ അപകടങ്ങളിലേക്ക് മാറാതിരുന്നത് ആശ്വാസകരം എന്ന് വേണം പറയാൻ. എന്തായാലും നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ സതീശൻ എന്ന് പറയുന്ന ആൾ. അയാൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഈ ഇടപെടലിൽ അയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആശുപത്രിയിൽ നിന്ന് മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കീഴിലെ ഡാൻസ് ഓഫ് സംഘത്തിലുള്ളവർക്കെതിരെയാണ് നടപടി. സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നീ 3 സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ ജില്ലാ പോലീസ് മേധാവിയാണ് നടപടി സ്വീകരിച്ചത്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, എങ്ങനെയാണ് ഈ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചെന്ന് മനസ്സിലായത്? വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയതാണോ, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെ തുടർന്ന് ഈ 3 പേരും പിടിക്കപ്പെട്ടതാണോ? ഇന്നലെ രാത്രിയിലാണ് വൈകിട്ട് 3 പേര്, അതായത് സുമൻ, പ്രിയേഷ്, രാഹുൽ എന്ന് പറഞ്ഞ ഡാൻസ് സ്റ്റാഫിലെ ഉദ്യോഗസ്ഥരായി 3 പോലീസുകാരും വാഹനം ഓടിച്ച്, അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ച് അമിത വേഗത്തിൽ പോയൊരു സാഹചര്യം ഉണ്ടായത്. പത്തനംതിട്ട നഗരത്തിൽ തന്നെയാണ് സംഭവം ഉണ്ടായത്. ഒരു വാഹനം ഓടിച്ചത് യുവതിയെ ഇടിച്ചു തെറിപ്പിക്കാനും ശ്രമിച്ചു. അവർ വാഹനത്തെ പിന്തുടർന്നാണ് ഈ പോലീസുകാരെ വാഹനത്തിനെ തടഞ്ഞു നിർത്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർ 3 പേരും മദ്യപിച്ചെന്നുള്ള വിവരം പുറത്തു വരുന്നത്. 3 പേർക്കും വാഹനം ഓടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെത്തി ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി മെഡിക്കൽ വൈദ്യപരിശോധന നടത്തിയിട്ട് ആ വൈദ്യപരിശോധനയാണ് ഒരു 3 പേരും മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നത്. എന്തായാലും സുമൻ, പ്രിയേഷ്, രാഹുൽ എന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇവർ പത്തനം ഡിഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ്. തൂഫാൻ അടക്കമുള്ള വലിയ രീതിയിലുള്ള ഈ ലഹരി മാഫിയക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് സേനയ്ക്കും നാണക്കേടുണ്ടായ പശ്ചാത്തലമാണെന്നാണ് SP പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു. എന്തായാലും 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
ഇനിയും മറ്റുള്ള കാര്യങ്ങൾ ഇത് എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമായി മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി കൂടുതൽ നടപടിയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. പോലീസ് സേനയ്ക്ക് ഒരു നാണക്കേടുണ്ടായ കാര്യങ്ങളാണ്. 3 പേരും ഈ പോലീസ് വാഹനത്തിലാണ്. ആ 3 പേരും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഭീതി പരത്തിക്കൊണ്ടാണ് ഇന്നലെ ആ വാഹനം മദ്യപിച്ച് ഈ നഗരത്തിൽ ഓടിച്ചു പോയത്. ഏതായാലും തലനാരിലേക്കാണ് ഈ ഓട്ടോ ഓടിച്ചിരുന്ന ആ സ്ത്രീ രക്ഷപ്പെട്ടത്. അവരാണ് ഈ വാഹനം തുടർന്ന് പോയി. ഏറെ നാണക്കേടാണ് പോലീസ് സേനയ്ക്ക് ഈ സംഭവം. പ്രത്യേകിച്ചും ഈ ഡാൻസ് ഓഫ് സംഘമാണ് ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത്. അവർ തന്നെ മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിക്കുന്നു, അപകടം സൃഷ്ടിക്കുന്നു. അവിടെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറും ആ സ്ത്രീയും 2 സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ കാണിച്ച ഒരു ധീരതയുണ്ട്. കാരണം ഇതിനെതിരെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ പ്രതികരിക്കുന്നതെന്ന് അവരുടെ ഉള്ളിൽ യാതൊരു ഭയവും കൂടാതെയാണ് അവർ പ്രതികരിക്കുന്നത്. ദൃശ്യം പകർത്തുന്നുണ്ട്, അതിനുശേഷം പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഈ രീതിയിൽ നടപടി ഉണ്ടായത്? ടോം, തീർച്ചയായും ആ നടപടി തന്നെയാണ്, ആ പരാതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായത്. ഈ യുവതി എന്ന് പറഞ്ഞ ഷീ ഓട്ടോ ഡ്രൈവറാണ്. അവരെയാണ് ഈ വാഹനം പോലീസ് ഉദ്യോഗസ്ഥർ വാഹനം വിളിച്ച് തെരപ്പിക്കാൻ ശ്രമിച്ചത്. അവര് തലനാട്ടിലേക്കാണ് രക്ഷപ്പെട്ടത്. അവരത് ആ ഓട്ടോറിക്ഷയും കൊണ്ടുപോയാണ് ഈ വാഹനത്തിന് കുറുകെ വെച്ചാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തിയത്. വാഹനം അവിടെ നിർത്തുകയും പിന്നീട് നാട്ടുകാർ കൂടുകയും ഈ 3 പേരും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ കഴിയാത്ത വളരെ ഗുരുതരമായ രീതിയിലാണ് ഇവർ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ സമയത്ത് തന്നെ ആളുകൾ കൂടുതൽ സമയത്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. എന്തായാലും 3 പേർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ SP പറഞ്ഞിരുന്നു. രാത്രി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് സുമൻ, പ്രിയേഷ്, രാഹുൽ. നമ്മളിത് മനസ്സിലാക്കേണ്ടത് ലഹരി വിരുദ്ധ സ്ക്വാഡിലെ ഏറ്റവും വലിയ ചർച്ചയും വളരെ ഈ പരിശോധനകളൊക്കെ വളരെ ബോധവൽക്കരണ ക്ലാസ് അടക്കം നടത്താനൊക്കെ പോകുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്തുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത് അവരാണ് ഇത്തരത്തിൽ ഈ ലഹരി മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് സമൂഹത്തില് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലെ വാഹനം നഗരത്തിൽ ഓടിച്ചു എന്നുള്ള കാര്യമാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പോലീസിനാകെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ കേസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് കിട്ടിയ ആ സമയം തന്നെ രാത്രി തന്നെ ഈ 3 ഉദ്യോഗസ്ഥരെയും SP സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട്. യെസ്, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ നാണക്കേടാണ്. മാത്രമല്ല ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒന്ന് ചിന്തിക്കണം. സാധാരണക്കാരൻ ഇതുപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പല നിയമ നടപടിയും ഉണ്ടാകാം. അവരുടെ ലൈസൻസ് വരെ റദ്ദാക്കാം. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി മാത്രം പോരാ, നിയമ നടപടി വേണം. ഈ ഡ്യൂട്ടിക്കിടെ ഈ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അൻസിബ നൽകിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ടിനി ടോം എറണാകുളം സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. അൻസിബയ്ക്കെതിരായ ജിഹാദി പരാമർശത്തിൽ ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തിരുന്നു. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഇപ്പോൾ കേസെടുത്തിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുവരെയും അറസ്റ്റിലേക്കോ മറ്റോ നടപടിയിലേക്കോ പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ടിനി ടോമിന് ജാമ്യം നേടാനുള്ള സാഹചര്യം പോലീസ് സൃഷ്ടിക്കുകയാണോ? ടോം, നേരത്തെ കടവന്ത്ര പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിൽ കഴമ്പില്ല എന്നായിരുന്നു റിപ്പോർട്ടുള്ളത്. കാരണം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കേസെടുക്കാൻ കഴിയുക എന്നായിരുന്നു കടവന്ത്ര പോലീസ് സെൻട്രൽ ACPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അത് കോടതിയിൽ സമർപ്പിച്ചെങ്കിൽ പോലും കോടതി പിന്നീട് ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സാഹചര്യമായിരുന്നു. ടോം പറഞ്ഞതുപോലെ ഉത്തരവിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ടിനി ടോമിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം. പ്രത്യേകിച്ച് ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തുകയോ അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഒന്നും തന്നെ എടുത്തിട്ടുമില്ല. ആകെ ചെയ്തത് കോടതിയുടെ നിർദ്ദേശപ്രകാരം കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവടെയുള്ള പെരുമാറ്റം, മതവികാരം വ്രണപ്പെടുത്തുകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അൻസിബ സ്റ്റേഷനിലെത്തിയിരുന്നു. 5 മണിക്ക് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കടവന്ത്ര സ്റ്റേഷനിൽ എത്തണമെന്ന് നിർദ്ദേശം നൽകി. അതനുസരിച്ച് അൻസിബ എത്തിയെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. തുടർന്ന് 1 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നതിന് ശേഷം അൻസിബ മടങ്ങി. പോലീസിന്റെ ഭാഗത്ത് നിന്നും
നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റമാണ് ഉണ്ടായതെന്ന ഒരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബ മടങ്ങിയത്. ഇനിയിപ്പോൾ നീന കുറുപ്പിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോലീസിന്റെ ഈ ഒരു അന്വേഷണത്തിന്റെ ഊർജ്ജസ്വലത കാണുമ്പോൾ മനസ്സിലാകുന്നത് ടിനി ടോമിന് ജാമ്യം ലഭിക്കുന്നതുവരെ പോലീസ് അന്വേഷണം ഒന്ന് പതുക്കെ കൊണ്ടുപോകാം എന്നൊരു രീതിയിലേക്കാണോ പോകുന്നതെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും ടിനി ടോം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ അത് പരിഗണിച്ച ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയുള്ളൂ. യെസ്, അതോടൊപ്പം ലക്ഷ്മിപ്രിയക്കെതിരെയും ഭർത്താവിനെതിരെയും തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI-ക്കെതിരെയും കേസെടുത്തിട്ടുണ്ടല്ലോ അൻസിബയുടെ പരാതിയിൽ. അവരും മുൻകൂർ ജാമ്യം തേടാൻ നീക്കം തുടങ്ങിയിട്ടുണ്ടോ? അവർക്കെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ കേസെടുത്ത പശ്ചാത്തലത്തിൽ അറസ്റ്റ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കൽ, അത്തരം നടപടികളൊക്കെ അടിയന്തരമായ ആവശ്യമല്ലേ? എന്തുകൊണ്ടാണ് പോലീസ് അത്തരം തിടുക്കപ്പെട്ടൊരു നടപടി സ്വീകരിക്കാത്തത്? ആ കേസിലും സമാനമായ ഇഴഞ്ഞുപോക്കാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നത്. ഇതുവരേക്കും അതിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളിലും ഈ പറയുന്ന പോലെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. വരും ദിവസങ്ങളിൽ അതും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ അന്വേഷണ സംഘം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അൻസിബ നൽകിയ രണ്ടാമത്തെ പരാതി, അതായത് ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരായിട്ടുള്ള നടപടികളിലും തുടർ നീക്കങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ് ഉള്ളത്. ഇന്നലെ FIR വിവരങ്ങൾ പുറത്തു വരുമ്പോൾ FIR-ൽ പറയുന്നത് ഈ ലക്ഷ്മിപ്രിയയുടെ സാന്നിധ്യത്തിൽ അൻസിബയെ മാനസികമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദം SI രേഷ്മ നൽകി. അൻസിബയെ ലക്ഷ്മിപ്രിയ ചോദ്യം ചെയ്യുന്ന പോലെ ആയിരുന്നു ആ സ്റ്റേഷനിൽ നടന്ന പ്രവർത്തികൾ എന്നാണ് FIR-ൽ പരാമർശിക്കുന്നത്. എന്തായാലും അതിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഇതുവരേക്കും പോലീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ചിലപ്പോൾ ലക്ഷ്മിപ്രിയ കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ, മുൻകൂർ ജാമ്യം തേടിയെങ്ങാനും കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമാണെങ്കിൽ അതിന്റെ ഒരു തീരുമാനം വന്നതിന് ശേഷം തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനായിരിക്കും അന്വേഷണ സംഘം കണക്കാക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പാറശാലയിൽ ബൈക്ക് യാത്രികയുടെ മാല കവർന്നു. തമിഴ്നാട് കരിങ്കൽ സ്വദേശി കുമാറിൻ്റെ ഭാര്യ അനീഷയുടെ കഴുത്തിൽ കിടന്ന 7 പവൻ്റെ താലിമാലയാണ് കവർന്നത്. രാവിലെ ചെങ്കവിളയ്ക്ക് സമീപം ബൈപ്പാസിലായിരുന്നു സംഭവം. മകളുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കുടുംബം. കുമാറായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത്. പിന്നാലെ വന്ന മോഷ്ടാവ് അനീഷയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലം കരിങ്കലാണ്. അവിടെ നിന്ന് എൻ്റെ ഭാര്യയും ഞാനും കുഞ്ഞിന് അസുഖത്തിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ SAT പോകാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കളിയക്കാളയിൽ നിന്ന് റൈറ്റ് തിരിച്ച് ബൈപ്പാസിൽ ഇറങ്ങിയിട്ട് അവിടെ കുഞ്ഞിന് 6 മണി ടാബ്ലറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ 6:05 ഞാൻ ടാബ്ലറ്റ് കൊടുത്തിട്ട് അപ്പോൾ പുറകിൽ വണ്ടികൾ ഒന്നുമില്ല, ബൈക്കൊന്നുമില്ല. ഞാൻ പോയിട്ടിരുന്നപ്പോൾ സംഭവ സ്ഥലത്തിൻ്റെ അവിടെ വെച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ ചെയിന് പൊട്ടിച്ച് എൻ്റെ ഭാര്യയുടെ പൊട്ടിച്ചത് അമ്മ അപ്പാണ് എൻ്റെ ഭാര്യ വിളിച്ചത്. എൻ്റെ ബൈക്ക് അവിടെ പോയിട്ട് വീളാൻ പോയിട്ട് ഇങ്ങോട്ട് വന്ന് അവൻ അതിൻ്റെ മുമ്പ് സ്ഥലം വിട്ട്. പിന്നെ അവിടെ കുറേ ദൂരം ഞാൻ ഓടിച്ച് നോക്കി. എന്നിട്ട് അവനെ മുഖമോ വണ്ടിയുടെ നമ്പരോ കിട്ടിയില്ല. അവൻ്റെ ജാക്കറ്റും കറുത്ത AP സെറ്റ് പുറവശം ഉയർന്ന ആ ബൈക്കുമാണ് എൻ്റെ കണ്ണിൽ തെൻപെട്ടത്. സംഭവത്തിൽ പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇത് ഭർത്താവിൻ്റെ പിന്നിലിരുന്ന് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ യുവതിയുടെ മാലയാണ്, താലിമാലയാണ് കവർന്നത്. പ്രതിയെക്കുറിച്ച് സൂചനയുണ്ടോ? CCTV ദൃശ്യങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും. കാരണം ഈ സംഭവം നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കഴക്കൂട്ടംകാരോട് ബൈപ്പാസിലാണ്. ഇവിടെ CCTVയുടെ പരിമിതികളുണ്ട്. CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ളതാണ് ഇതിലൊരു ബുദ്ധിമുട്ടായി പോലീസ് കാണുന്നത്. എന്നാലും കടകളിലുള്ള CCTVകൾ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം പോലീസ് കാര്യമായി തന്നെ നോക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ കുമാർ സൂചിപ്പിച്ചതുപോലെ
ഈ കരിങ്കൽ സ്വദേശിയായ കുമാർ തന്റെ മകളുടെ ഇദ്ദേഹം വിദേശത്തായിരുന്നു, മകളുടെ ചികിത്സയുടെ ആവശ്യമായിട്ടായിരുന്നു ഈ പറയുന്ന SIT ആശുപത്രിയിലേക്ക് കുടുംബസമേതം ബൈക്കിൽ പോവുകയായിരുന്നു. പോകുന്നതിനിടയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ അനീഷയുടെ കഴുത്തിൽ കിടന്ന 7 പവന്റെ സ്വർണം പുറകിൽ കൂടെ വന്ന മോഷ്ടാവ് പിടിച്ചു പറിക്കുന്നത്. അവിടെ ഒരു ഭാഗ്യം ഇവരെ തുളച്ചത് എല്ലാവരും സീറ്റിൽ വാഹനത്തിൽ എതിർദിശയിൽ സാധാരണ സ്ത്രീകൾ ഇരിക്കുന്ന രീതിയിലല്ല ഇരുന്നതാണ് അപകടത്തിൽ നിന്നും കൂടുതൽ ഒഴിവായത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാളുടെ ആക്രമണത്തിൽ അനീഷയ്ക്ക് ചിലപ്പോൾ റോഡിൽ വീണ് വലിയ അപകടം തന്നെ സംഭവിച്ചു പോകുമായിരുന്നു. പക്ഷെ മാനം നഷ്ടപ്പെട്ടു. ഈ കുമാർ ഈ മോഷ്ടാവിന്റെ പിന്നാലെ സഞ്ചരിച്ചുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കറുത്ത വസ്ത്രം ധരിച്ച് മുഖമെല്ലാം മറച്ച് ഹെൽമറ്റ് വെച്ചായിരുന്നു ഈ മോഷ്ടാവ് എത്തിയതും ഈ കവർന്ന് കൊണ്ടുപോയതും. തുടർന്ന് ഈ കുടുംബം സമീപത്തെ അവിടെ നിന്ന് പൂവാർ സ്റ്റേഷനിലായിരുന്നു ആദ്യം സമീപിച്ചത്. എന്നാൽ പൂവാർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പൂവാർ സ്റ്റേഷൻ ഈ പറയുന്ന സ്ഥലത്തിന്റെ അതിർ തർക്കത്തെ തുടർന്ന് വീണ്ടും ഇവരെ പാറശാലയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. തുടർന്നാണ് പാറശാല പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുന്നതും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഗൗരവമായ ഒരു സംഭവമാണ്. പട്ടാപ്പകൽ അതും കുടുംബസമേതം പോകുന്നത്. സാധാരണ സ്ത്രീകൾ മാത്രം പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുടുംബസമേതം പോകുമ്പോൾ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു മോഷണം നടക്കുന്നത് അതീവ ഗൗരവമായി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് എന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളും പറയുന്നത്. എന്തായാലും പോലീസ് ഗൗരവമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 7 പവന്റെ താലിമാലയാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തെ വില അനുസരിച്ച് 7 ലക്ഷത്തിലധികം രൂപ വരും. നമ്മുടെ സാധാരണ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ വലിയ മാല അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കാരണം കള്ളന്മാർ അല്ലെങ്കിൽ കവർച്ചാ സംഘങ്ങൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഇതുപോലെ കവർച്ചയാണ്. ഒരുപക്ഷെ ഇതുപോലെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും പിന്നീട് ഒരു തിരിച്ചറിവുണ്ടാവുക. അത് വേണ്ട, അല്ലെങ്കിൽ ആഭരണം അണിഞ്ഞ് പുറത്തിറങ്ങേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത പലപ്പോഴും പല ആളുകളുടെ മനസ്സിലുണ്ടാവുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.